ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബഡ്ജറ്റിനെതിരെ പ്രതിപക്ഷമായ CPIM അംഗങ്ങളുടെ പ്രതിഷേധം. ഫണ്ട് വിതരണത്തിൽ ഏകപക്ഷീയവും CPM മെമ്പർമാരെ അവഗണിച്ചതായും ആരോപണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഭീമമായ തുക വകയിരുത്തുകയും ഒപ്പം BJP ഭരിക്കുന്ന വാർഡിലേക്ക് സമാനമായ തുക നീക്കിവെക്കുകയും ചെയ്തു എന്നാണ് CPM ആരോപിക്കുന്നത്. ഇതിൽ നിന്നും BJP കോൺഗ്രസ് കൂട്ടുകെട്ട് മറനീക്കി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കേരള സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിനെ പാടെ അവഗണിച്ചു. ACP ഫണ്ടും പ്രതിപക്ഷ മെമ്പർമാരോട് ആലോചിക്കാതെ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡിലേക്ക് മാത്രം വകയിരുത്തി. പദ്ധതി രൂപീകരണത്തിന്റെ ഒരു ഘട്ടത്തിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പങ്കെടുപ്പിച്ചില്ല എന്നും CPM മെമ്പർമാർ ആരോപിച്ചു. വേലൂർ പഞ്ചായത്ത് 2026-27 വർഷത്തെ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് കാണാൻ സാധിച്ചത് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വലിയ സംഖ്യ പങ്കുവയ്ക്കുകയും പ്രതിപക്ഷ മെമ്പർമാർക്ക് വളരെ ചുരുങ്ങിയ ഫണ്ട് വയ്ക്കുകയും മാത്രമല്ല BJP മെമ്പർക്ക് കോൺഗ്രസ് മെമ്പർമാരെക്കാൾ കൂടുതൽ ഫണ്ട് വെച്ചതായിട്ട് കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസും BJPയും കൂടിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് അത് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ കുടുംബശ്രീ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഫണ്ടും വെച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല.